എന്താ? എന്റെ അച്ഛൻ പണ്ടേക്ക് പണ്ടേ ഇങ്ങനായിരുന്നു. മിണ്ടൂല, ചിരിക്കൂല, കരയൂല. കേശവമ്മൻ ചിരിക്കാതെ കാര്യം പറയണം. കൊല്ലത്തിലൊരിക്കൽ വരുമ്പോ ഞാനിതൊന്നും കാര്യമാക്കിയില്ല. ഇനി ഞാൻ ഇവിടെ തന്നെ താമസിക്കാൻ പോവല്ലേ. അച്ഛൻ ഇങ്ങനെ ഒന്നായ എനിക്കെന്തോ സുഖം. മോളെ വിധു, ചെറുപ്പത്തിലെ നിന്റെ അച്ഛൻ നിന്നെപ്പോലെ തന്നെ ചിരിച്ച് കളിച്ച് തുള്ളിച്ചാടി നടന്ന ഒരാളായിരുന്നു. എന്റെ ഈ അച്ഛനെ പറ്റിയാണോ പറയുന്നത്? ഞാൻ വിശ്വസിക്കില്ല. വരൂ. ഈ ആൽബം നീ പലപ്പോഴും കണ്ടു കാണും. പക്ഷെ ഇതിനെപ്പറ്റി നീ ചിന്തിച്ചു കാണില്ല. ഈ കുട്ടിയെ പറ്റിയാണ് നീ ചോദിക്കുന്നത്. ഈ കുട്ടി എങ്ങനെയായിന്നാ എനിക്കറിയേണ്ടത്. ആ കഥകളൊക്കെ അറിഞ്ഞിട്ട് നിനക്കെന്ത് കാര്യം? നീ കുഞ്ഞാണ്. അതൊന്നും അറിഞ്ഞ് നിന്റെ മനസ്സിന്റെ ഭാരം വർദ്ധിപ്പിക്കണ്ട. ഞാനിപ്പോ കുഞ്ഞല്ല. ഇനി ഇതൊക്കെ അറിയാതിരുന്നാലാ മനസ്സിന്റെ ഭാരം കൂടുന്നത്. നിന്റെ മുത്തച്ഛനും മുത്തച്ഛയമ്മേ. മുത്തച്ഛൻ ഈ എസ്റ്റേറ്റിന്റെ ഉടമ. വിവാഹം കഴിച്ചത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെയും പുല്ലും വില വയ്ക്കാത്ത ഒരു കോടീശ്വരന്റെ മകളെ. അഹങ്കാരിയായിരുന്നു ആ സ്ത്രീ. അവർ അദ്ദേഹത്തെ വിവാഹം കഴിച്ച മട്ടായിരുന്നു. വലിയ കാര്യമൊന്നും വേണ്ട, ദിവസവും വഴക്കിടാൻ. ഒരു ദിവസം ദിവാര, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. എന്താ അച്ഛനമ്മേ വഴക്ക? അമ്മേ നിർത്തണം. അമ്മ മാറിക്കണം. രാധമ്മേ. കേശവമാവ, ദിവാകരനെ എന്റെ മുമ്പേ കൊണ്ട് നിർത്തി കരയിച്ചതുകൊണ്ട് എന്റെ മനസ്സ് മാറുമെന്ന് കരുതണ്ട. ഇവന്റെ അച്ഛനെ വേണ്ടെന്ന് വെക്കാമെങ്കിൽ ഇവനെ വേണ്ടെന്ന് വെക്കാനും എനിക്കറിയാം. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുക. എനിക്കിനി വീടുമായി ഒരു ബന്ധവുമില്ല. അയ്യോ അച്ഛാ, നെറ്റ് പറഞ്ഞിരിക്കുന്നു. ചോര തുടയ്ക്കും അച്ഛാ. തുടച്ചാൽ മാറുന്നതല്ല മോനെ ഈ മുറിവ്. എന്റെ മരണം വരെ ഈ മുറിവ് ഉണങ്ങില്ല. ഒരു ഭാര്യയും ഇത്ര ധിക്കാരിയാവരുത്. പണം കൂടുതലുണ്ടെന്നുള്ള അഹങ്കാരം. ആ, തന്നിൽ എളിയവളെ കെട്ടാവൂ എന്ന് കാരണവന്മാർ പറഞ്ഞതാ. ഞാനത് കേട്ടില്ല. അതുകൊണ്ടാണോ എന്റെ അച്ഛൻ ഇങ്ങനെയായത്? തീർന്നില്ല കുഞ്ഞാ കഥ. നീ ഇത് നോക്ക്. നിന്റെ അച്ഛന്റെ ഈ പ്രായത്തിൽ അമ്മയല്ലേ ദിവാകരൻ? എസ്റ്റേറ്റിൽ നിന്നാണ്. അച്ഛൻ ഇന്ന് കാലത്ത് മരിച്ചു. അമ്മ വരണം, കാത്തിരിക്കാം. ഇപ്പൊ പുറപ്പെട്ടാൽ ഉച്ചയ്ക്ക് മുമ്പ് ഇവിടെ എത്താം. നോക്കാം. മോനെ ദിവാര, അമ്മ വരും തോന്നുന്നില്ല. വരുമായിരുന്നെങ്കിൽ എപ്പോഴേ ഇവിടെ വരുമായിരുന്നു. ഇനി വച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. നമുക്ക് മറ്റു ചടങ്ങുകളിലേക്ക് പ്രവേശിക്കാം. ശരി.
അതിനുശേഷം നിന്റെ അച്ഛൻ ആരോടും സംസാരിക്കാതായി, ആരോടും ഒരു കൂട്ടുകെട്ടുമില്ല. ഉണ്ടായിരുന്നത് ഇതാ ഈ പട്ടി. അതിനെ സ്നേഹിച്ചും ഓമനിച്ചും കഴിയും. വിനോദമെന്നൊന്ന് പറയാമെങ്കിൽ ഇടയ്ക്ക് വേലക്കാരെ ആരെങ്കിലും കൂട്ടി ഈ പട്ടിയും കൊണ്ട് നായാട്ടിന് പോകും, അത്ര തന്നെ. നിന്റെ അച്ഛൻ നല്ലവനാണ് കുഞ്ഞ്, സ്നേഹമുള്ളവനാണ്. ആ അച്ഛൻ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണല്ലോ വിവാഹം കഴിച്ചത്. എന്റെ അമ്മേ, അതുകൂടി പറഞ്ഞുതരൂ. അതുകൂടെ പറഞ്ഞാലേ നിന്റെ അച്ഛന്റെ കഥ പൂർണ്ണമാവും. പറയൂ കേശവമാവ. അതോടെ നിന്റെ അച്ഛൻ മുൻകോപിയായി. വേലക്കാരെയും തൊഴിലാളികളെയും ഒക്കെ നിസ്സാരമായ കാര്യത്തിന് മർദ്ദിക്കുമായിരുന്നു. എന്റെ അച്ഛനോ? അതെ. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സ് അലിയുകയും ചെയ്യും. നല്ലൊരു തുക കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യും. ആ കാലത്ത് തൊഴിലാളികൾ പറയുമായിരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കുത്തോ ചവിട്ടോ എന്തെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം തോക്കുമെടുത്ത് നായാട്ടിനായിട്ട് ഇറങ്ങി. പട്ടി അദ്ദേഹത്തിന്റെ നേരെ കുരച്ചു ചാടി. ഇതേവരെ പട്ടിക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല. വേലപ്പൻ താഴേക്ക് പോയതാ. വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കാണും. അതാ അത് കുരച്ചത്. മിസ്റ്റർ ദിവാകരന് അസുഖമെന്ന് പറയാവുന്നതൊന്നുമില്ല. എല്ലാ പരിശോധനകളും നമ്മളിപ്പോൾ നടത്തി കഴിഞ്ഞു. ബിഹേവിയറുള്ള അബ്നോർമാലിറ്റി കൊല്ലങ്ങളായി നിങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു പ്രകൃത വിശേഷമാണ്. ആരോടും ഒരടുപ്പം തോന്നാതെ ഒരുതരം ഇൻട്രോവെറ്റായി ഏകനായി ഇത്രയും നാൾ ജീവിച്ചതിന്റെ ഫലമാണിത്. മുൻകോപവും പരുക്കൻ സ്വഭാവവും നിങ്ങൾക്ക് ജീവിതത്തിനോട് ചെറുപ്പത്തിലേ തോന്നിയ വെറുപ്പ് മൂലം ഉണ്ടായതാവണം. സ്വന്തം അമ്മയോട് നിങ്ങളുടെ മനസ്സ് ഇനിയും മാപ്പ് കൊടുത്തിട്ടില്ല. മിസ്റ്റർ ദിവാകരൻ അതൊക്കെ മറക്കാൻ ശ്രമിക്കൂ. ഒരു വിവാഹം നിങ്ങളെ സഹായിക്കുമെന്നാണ് തോന്നുന്നത്. സ്നേഹമുള്ളൊരു ഭാര്യയും ഓമന കുഞ്ഞുങ്ങളും ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. അവരെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റെല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കും.